ഞങ്ങളുടെ ഫ്ലാറ്റിന് പിറകിലെ വീട് അതിസുന്ദരമായിരുന്നു. പുൽത്തകിടി, ആമ്പൽക്കുളം, പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടം, മനോഹരമായ ആസാം ടൈപ്പ് വീട്. അടിവച്ച് ബ്രഹ്മപുത്ര നദി കയറി വരുന്നു. പെട്ടെന്ന് താളമേളങ്ങൾ മാറി ആർത്തലയ്ക്കുന്ന ഒരു പ്രവാഹമായി അത് മാറി. എൻ്റെ സ്വപ്ന സൗധം മുക്കാലും വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഗ്യാരേജിലെ കാറുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. സിറ്റ് ഔട്ടിലെ ചൂരൽ കസേരകൾ മുറ്റത്തൊഴുകി നടക്കുന്നു. അവയിലൂടെ പാമ്പുകൾ നീന്തി തുടിക്കുന്നു. 3 ദിവസം കഴിഞ്ഞു. അമ്മുമ്മയുടെ കാത്തിരിപ്പ് തീർന്നു. വെള്ളമിറങ്ങി. വീട് ദുർഗന്ധമുയർത്തുന്ന ഒരു ചെളിക്കൂനിയായി മാറി. ഇനി ഒരു മാറ്റം വേണം. ഈ കെട്ടിടത്തിന് തീ പിടിച്ചെങ്കിലെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ കണ്ട ലോകത്തെ നിങ്ങളുടെ മുന്നിൽ കഥകളായി പറയാറാണ് പതിവ്. ഇപ്രാവശ്യം ഞാനൊന്ന് മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു. ഞാൻ എഴുതിയ ബ്രഹ്മപുത്രയിലെ വീട് എന്ന പുസ്തകത്തിലെ എൻ്റെ യാത്രാ വിവരണ പുസ്തകമാണത്. അതിലെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ കുറച്ച് പാരഗ്രാഫുകൾ വായിക്കാം. വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു കഥയാണിത്. ഒരു നല്ല രസമുള്ള കഥയാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിന് പിറകിലെ വീട് അതിസുന്ദരമായിരുന്നു. പുൽത്തകിടി, ആമ്പൽക്കുളം, പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടം, മനോഹരമായ ആസാം ടൈപ്പ് വീട്. താമസക്കാർ അതിലേറെ ആഹ്ലാദം നൽകുന്നവർ. ഏറെ വയസ്സായ ഒരു അപ്പൂപ്പനും അമ്മുമ്മയും. വരാന്തയിലെ കസേരയിൽ അവരിരുന്ന് വർത്തമാനം പറയുന്നത് സ്ഥിരം കാഴ്ച. സിറ്റ് ഔട്ടിലെ ചെടികളും ചൂരൽ സോഫകളും അപ്പൂപ്പനും അമ്മുമ്മയും. ഇങ്ങനെ ഒരു വാർദ്ധക്യം ആരും കൊതിച്ചു പോകും. അങ്ങനെ അപ്പൂപ്പനും അമ്മുമ്മയും കൊച്ചു വർത്താനം പറഞ്ഞ് രസിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം മഴക്കാലമെത്തി. തകർത്തു പെയ്യുന്ന മഴയുടെ ആരവത്തിനൊത്ത് തികച്ചും അത്ഭുതകരമായ ഒരു കാഴ്ച. അടിവച്ച് ബ്രഹ്മപുത്ര നദി കയറി വരുന്നു. പെട്ടെന്ന് താളമേളങ്ങൾ മാറി ആർത്തലയ്ക്കുന്ന ഒരു പ്രവാഹമായി അത് മാറി. 3-ാം നിലയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കടല് പോലെ. ഓടിപ്പോയി അപ്പൂപ്പനെയും അമ്മുമ്മയെയും നോക്കി. എൻ്റെ സ്വപ്ന സൗധം മുക്കാലും വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഗ്യാരേജിലെ കാറുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. സിറ്റ് ഔട്ടിലെ ചൂരൽ കസേരകൾ മുറ്റത്തൊഴുകി നടക്കുന്നു. അവയിലൂടെ പാമ്പുകൾ നീന്തി തുടിക്കുന്നു. പെട്ടെന്നൊരു ദൃശ്യം മനസ്സിൽ പോറലുണ്ടാക്കി. അമ്മുമ്മയും 2 പരിചാരകരും കൂടി അപ്പൂപ്പനെ താങ്ങിയെടുത്ത് കൊണ്ടുവരുന്നു. നീന്തി തുടിച്ച് അവർ അപ്പൂപ്പനെ അടുത്ത വീടിൻ്റെ 1-ാം നിലയിലാക്കി. വർഷങ്ങളായി ഒരു വശം സ്തംഭിച്ചു പോയ അപ്പൂപ്പനെ അമ്മുമ്മ ദിവസവും സിറ്റ് ഔട്ടിലെ കസേരയിൽ എടുത്തുകൊണ്ടിരുത്തി വർത്തമാനം പറഞ്ഞിരിക്കുകയാണെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പൂപ്പനെ അപ്പുറത്താക്കി മടങ്ങി വന്ന് അമ്മുമ്മ വേഷം മാറി വന്നു. അടുത്ത ഞെട്ടൽ. അസമീസ് പാരമ്പര്യ വേഷമായ മേഖലാ ചദർ മാത്രം ധരിച്ചു കണ്ടിട്ടുള്ള അമ്മുമ്മ അരനിക്കറും ഷർട്ടുമിട്ട് ചെറുപ്പക്കാരിയായിരിക്കുന്നു. ഈ മേഖലാ ചദർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുണ്ടും നേരിയതും പോലെയാണ്. അത് 2 പീസ് എന്നാണ് പറയുന്നത്. സാരി തന്നെയാണ് 2 പീസ്. അവർ നമ്മൾ മുണ്ടും നേരിയത് ഉടുക്കും പോലെ അല്ല, അവരതിനെ സ്റ്റിച്ച് ചെയ്യും പാവാട പോലെ താഴെ ഉടുക്കുന്നതിന്. അതാണ് ഈ മേഖലാ ചദർ. ഈ അമ്മുമ്മ സ്ഥിരം അതൊക്കെ ഉടുത്ത് വളരെ ഒരു കുലീനയായിട്ട് അവിടെ ഇരിക്കാറാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ, ഈ മഴയത്ത് നോക്കുമ്പം അമ്മുമ്മ അതെല്ലാം മാറ്റിയിട്ട് നിക്കറും ഷർട്ടുമൊക്കെ ഇട്ടിട്ടാണ് അമ്മുമ്മ വന്നിരിക്കുന്നത്. ഒരു ഹാഫ് നിക്കറാണ് ഇട്ടിരിക്കുന്നത്. ചുറുചുറുക്കോടെ ജോലിക്കാരോടൊപ്പം ചേർന്ന് അവർ പണി തുടങ്ങി. വീട്ടു സാധനങ്ങൾ നനയാതിരിക്കാൻ അപ്പുറത്തെ വീട്ടിലേക്ക് മാറ്റുന്ന ഭഗീരഥ പ്രയത്നം അമ്മുമ്മയും ആ പണിക്കാരും കൂടി ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടു നിന്നു. 3 ദിവസം കഴിഞ്ഞു. അമ്മുമ്മയുടെ കാത്തിരിപ്പ് തീർന്നു. വെള്ളമിറങ്ങി. വീട് ദുർഗന്ധമുയർത്തുന്ന ഒരു ചെളിക്കൂനിയായി മാറി. നിക്കറും ഷർട്ടും ഇട്ട് തന്നെ അമ്മുമ്മ ഒക്കെ കഴുകി വെടിപ്പാക്കി. ലോഷൻ ഒഴിച്ച് വീട് ശുദ്ധീകരിച്ചു. അപ്പുറത്തെ വീട്ടിൽ പോയി വീട്ടു സാധനങ്ങളൊക്കെ മടക്കി കൊണ്ടുവന്ന് വെച്ചു. എല്ലാം പഴയതുപോലെ അലങ്കരിച്ച് പഴയതുപോലെയാക്കി. അമ്മുമ്മ വേഷം മാറി. പഴയതുപോലെ മേഖലാ ചദർ ധരിച്ച് നാടൻ സ്ത്രീയായി. അയൽപക്കത്തു നിന്ന് അപ്പൂപ്പനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വീണ്ടും സിറ്റ് ഔട്ടിലിരുത്തി. വൃദ്ധ ദമ്പതികളുടെ സൊള്ളൽ കണ്ട് മനസ്സ് നിറഞ്ഞ് പിന്നെയും ദിനരാത്രങ്ങൾ ഏറെ കടന്നുപോയി. പിന്നെയും പലവട്ടം മഴ പെയ്തു. ബ്രഹ്മപുത്ര ആർത്തലച്ച് നഗരത്തിനുള്ളിലേക്ക് കയറി വന്നു.
അമ്മുമ്മ വീണ്ടും നിക്കറും ഷർട്ടും ഇട്ടു അപ്പൂപ്പനെ പൊക്കിയെടുത്തു. മഴ പെയ്തൊഴിഞ്ഞ് വെള്ളമിറങ്ങുമ്പോൾ പഴയതുപോലെ മേഖലാ ചദർ ധരിച്ച് സിറ്റ് ഔട്ടിൽ കഥകൾ പറഞ്ഞിരുന്നു. രംഗങ്ങളുടെ തനിയെ ആവർത്തനം. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്, എത്ര നാളായി ഇത് തുടരുന്നു. നേരിൽ കണ്ടപ്പോൾ അമ്മുമ്മ പറഞ്ഞു, ഓ, ഈ വെള്ളപ്പൊക്കം എത്ര നാളായി ബോറടിപ്പിക്കുന്നു. ഇനി ഒരു മാറ്റം വേണം. ഈ കെട്ടിടത്തിന് തീ പിടിച്ചെങ്കിലെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അപ്പൂപ്പനും അമ്മുമ്മയും കാഴ്ചകളുമൊക്കെയാണ്. ഇപ്പോഴവരൊക്കെ ഉണ്ടോ എന്നറിയില്ല. ഗുവാഹട്ടിയിലെ നബീൻ നഗറിലെ ആ ആസാം ടൈപ്പ് വീട്ടിൽ ആ അപ്പൂപ്പനും അമ്മുമ്മയും പങ്കുവച്ചിരുന്ന സ്നേഹം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു നിനവായി കിടക്കുന്നുണ്ട്. വാർദ്ധക്യമെന്ന് പറയുന്നത് പങ്കുവയ്ക്കലിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരിത്തിരി സ്പർശം കൊടുക്കേണ്ട ഒരു സമയമാണ്. അതിന് ഏറ്റവും പ്രധാനം സൗഹൃദവും സ്നേഹവുമാണ്. ഏത് പ്രതിസന്ധിയിലും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ, അത് വാർദ്ധക്യമാണെങ്കിലും യൗവനമാണെങ്കിലും കൗമാരമാണെങ്കിലും ഏറ്റവും ആവശ്യം കൂട്ടുകെട്ട് തന്നെയാണ്. രണ്ട് മനുഷ്യർ തമ്മിൽ ഏറ്റവും ആവശ്യം കൂട്ടുകെട്ടാണ്. അതുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നേരിട്ട് മുന്നോട്ട് പോകാൻ പറ്റും.